അപ്പോൾ അവർ ഡോക്യുമെൻസിൻ്റെ എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്താണ്. അപ്പോൾ നമ്മൾ ഇത്ര വർഷമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും തെളിവും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിയുള്ളൂ. ഇവിടുന്ന് കുറേ വണ്ടികൾ പിടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇപ്പം എൻ്റെ ഇല്ലില്ല, ഒറ്റ വണ്ടി, എൻ്റെ യൂസ് ചെയ്യുന്ന ഒറ്റ വണ്ടികളേ ഉള്ളൂ. നമ്മുടെ അവിടെ ഞാൻ വണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ഗരാജിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വണ്ടികളാണ് പിടിച്ചത്. അപ്പോൾ അതിൻ്റെ അല്ലല്ല, എൻ്റെ ഒറ്റ വണ്ടിയേ ഉള്ളൂ. എൻ്റെ ആ MP രജിസ്റ്റേർഡ് ഒറ്റ വണ്ടിയേ ഉള്ളൂ. ബാക്കിയെല്ലാം വേറെ ആൾക്കാരുടെ വണ്ടി. പക്ഷേ നമ്മുടെ അവിടുത്തെ ഗരാജിൽ നിന്നാണ് ഇതെല്ലാം പിടിച്ചത്. അപ്പോൾ അങ്ങനെ 6 വണ്ടികൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ 6 വണ്ടികളുടെ എനിക്ക് എന്താ ബന്ധം, പിന്നെ ആ ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസും അവരുടെ നമ്പറും ഡീറ്റെയിലും എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ അവരെല്ലാവരും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. എൻ്റെ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയതാണ്. എല്ലാം കൊണ്ടുപോയതാണ്, എല്ലാത്തിൻ്റെയും കൊടുത്താണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള അവിടെ ഉണ്ടായിരുന്ന വണ്ടികളുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് അതായത് ഓണേഴ്സ് സബ്മിറ്റ് ചെയ്യണം. അല്ല, ഇനി അവർക്ക് 10 ദിവസം കൊടുത്തിട്ടുണ്ട്. ആ 10 ദിവസത്തിനുള്ളിൽ അവർ വന്ന് എൻ്റെ ഇനി അവർ വെരിഫൈ ചെയ്യും. കൊടുത്തേക്കുന്നത് അതിന് എത്രത്തോളം ജെന്യുവൻ ആണെന്നുള്ളത് അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വണ്ടി വിട്ടു തരുള്ളൂ. യെസ്, ഒറ്റ വണ്ടിയുള്ളൂ എൻ്റെ. അവിടെ കിടന്നിരുന്ന ബാക്കി ആ ഗരാജിൽ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം കൂടി ചേർത്തിട്ടാണ് എനിക്ക് ഈ ഡോക്യുമെൻറ്റ്സ് തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓണേഴ്സിനെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ഓണേഴ്സ് എല്ലാവരും അവരുടെ ഡോക്യുമെൻറ്റ്സ് സാധനങ്ങളായിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അവർ വെരിഫൈ ചെയ്യും. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ നമ്മളുടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് വരാൻ എനിക്കിനൊന്ന്